പിന്നെ ആശാന് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ആശാൻ ഇല്ലാത്തതിന്റെ ഒരു 2-3 ദിവസത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിനക്ക് പൊട്ടാനല്ലോ, കാല് പൊട്ടാനേ ഫുള്ള് വളഞ്ഞങ്ങ് എത്തിക്കണല്ലോ. സംഭവം തെറ്റാ. ഇത് വണ്ടിന്റെ ഫ്രണ്ടിലേക്ക് വെക്കുക രാത്രി പോകുമ്പോ. ആരും അറിയില്ല എന്താ സംഭവം. സ്പൂണൊക്കെ കൊണ്ടുവന്നിക്കണോ? എല്ലാവട്ടും എന്തെങ്കിലുമൊക്കെ മറക്കലുണ്ട്. ഇല്ലല്ല, എല്ലാ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല അത് നിന്റെ തുപ്പലം തിരിച്ചാണോ? ഇനിയിപ്പോ പറഞ്ഞില്ലാത്ത കാര്യം. ഇതാണോ വെള്ളം? മഴ ഉള്ളിലുണ്ട്. എടാ അതിൽ കൊള്ളൂലേ? അത് കൊള്ളണില്ല ഇതില്. നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുമ്പോ എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നിനക്ക് വയ്യാത്തോണ്ടാ ഞാൻ വിളിക്കാൻ കേട്ടോ. ആവൂല ആവൂലേ? നോക്കിയോ? തുറന്നു നോക്കിയോ? തുറന്നിട്ടില്ല, ആവട്ടെ, തുറക്കട്ടെ. പിന്നെ അങ്ങനെ പിടിക്കാനോ? വലയിട്ടാ പറ്റുമോ? നോക്കി നോക്കാം. ഞാൻ ടെന്റ് കൂടെ വെക്കാം അല്ലേ? നമസ്കാരം പറഞ്ഞിട്ട് പോരെ? വാ മുന്നോട്ട്. കുറച്ച് ദിവസമായില്ലേ പറഞ്ഞിട്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. പിന്നെ ആശാന് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ആശാൻ ഇല്ലാത്തതിന്റെ ഒരു 2-3 ദിവസത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിനക്ക് ആശാനില്ലാത്ത വല്ലാത്തൊരു പരാതി ആയിരുന്നു. ആശാനെ ഞാൻ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ബോഡിയൊക്കെ ഓക്കെ ആയി. ഓക്കെ അല്ലേ? ഉഷാറായില്ലേ? ഉഷാറായി, കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പൊ ഞങ്ങൾ എന്തായാലും നല്ലൊരു സ്ഥലത്താണ് ക്യാമ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്നത് കുറച്ച് താമസിച്ചു പോയി അല്ലേ? നമ്മളൊരു കോരിയിലാണ് ഉള്ളത്. പണ്ട് പാറൊക്കെ പൊട്ടിച്ചു പോയൊരു കുഴിയാണ് ഇവിടെ മൊത്തം. പക്ഷെ കുറച്ചു നേരം നടക്കണ്ട വന്നു ഇങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ. അതായത് ഞങ്ങൾ വന്ന സ്ഥലം ഇങ്ങനെ ഈ മേൽഭാഗമല്ലേ, ഈ മേൽഭാഗത്ത് നിന്ന് ഇങ്ങനെ കറങ്ങി ഇതിന്റെ സൈഡിൽ കൂടെ അല്ല, താഴെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ ഇറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നു കേട്ടോ. ഒരു 2 മണിക്കൂർ അങ്ങനെ പോയി. കുറെ നടന്നാ വന്നത്. ഒരു കാട്ടുകൂടെ ഒക്കെ നല്ല പുല്ലുള്ള കാടാണ്. അതിൽ കൂടെ ഒക്കെ നടന്നാ വന്നത്. എന്തായാലും സ്ഥലത്തെത്തി. നമുക്ക് സമയം ലേറ്റ് ആയി. ഇനി അടുപ്പുണ്ടാക്കണം, തീ കത്തിക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ളത്. വിറക് ഒപ്പിക്കണം. വിറക് ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ചാ വന്നത്. ടെന്റ് എടുത്താലും ഇരിക്കുക. അപ്പൊ എന്തായാലും ടെന്റ് സെറ്റ് ആക്കട്ടെ കേട്ടോ. മതില്ലേ? പുതിയൊരു ലൈറ്റോ ഉണ്ട്. നമ്മുടെ പുതിയ ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ ലൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ചാർജ് ചെയ്തിട്ടില്ല. അത് ഇപ്പൊ ഒരു ഇങ്ങോട്ട് വരാൻ നേരത്തെ വന്നതേ ഉള്ളൂ കൊറിയർ. അപ്പൊ വന്ന പാട് എടുത്തോണ്ട് പോന്നു. ചാർജ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ഇന്നിപ്പോ കത്തോന്ന് അറിയില്ല. ചാർജ് കുറച്ചേ ഉള്ളു അതില്. ഈ സൈഡൊക്കെ പൊട്ടാനയക്കണല്ലോ, കാല് പൊട്ടാനേ ഫുള്ള് വളഞ്ഞങ്ങ് എത്തിക്കണല്ലോ. ടെന്റ് വേഗം മാറ്റിക്കൊണ്ടിയേ. അഡ്ജസ്റ്റ് ചെയ്യടാ, നമുക്കൊരു സെറ്റപ്പ് ആവണവരെ. എടുത്തിട്ട് അതിന്റെ ലുക്ക് വെച്ചു. ലൈറ്റ് ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടേ? അത് കാണിച്ചു കൊടുക്കാം. അത് എടുത്തു തരാം. വള്ളി എടുത്ത് വെച്ചേ. അടുപ്പ് എവിടെ വെക്കുക? ഇവിടെ തന്നെ വെക്കാം അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ടെന്റ് കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി പെട്ടെന്ന് തന്നെ അടുപ്പിടാക്കുക, വിറകുണ്ടാക്കുക, പടപടാന്ന് പരിപാടി കേട്ടാ. ഇരുട്ടാവും. കല്ല്
പോയി തപ്പിട്ട് വരാം. കല്ല് ഇഷ്ടം പോലെ ഉണ്ടോ? കല്ലിനല്ല പ്രശ്നം, വിറകിനാ പ്രശ്നേ. കല്ല് പോയി നോക്കിട്ട് വരാം. കല്ല് ഇത് ഇവിടെയൊക്കെ കല്ലല്ലേ, കല്ല് ഇതൊക്കെ എടുക്കാം. ആ നോക്കിയെടുക്കണം കേട്ടോ. അന്ന് എടുത്തപ്പോ കല്ലിന്റെ അടിയിൽ അണലിയൊക്കെ ഉണ്ടായിരുന്നു, അണലിയും ചേരയൊക്കെ. ആ ഭയങ്കര പ്രശ്നം കേട്ടോ ഇപ്പത്തെ ഈ കാലാവസ്ഥയിലേ, പാമ്പിന്റെ ടൈമാണ്. ഇതായത് മതിരാ ഇവിടെ തന്നെ വെക്കാം അല്ലേ? ഇവിടെ ചേർത്ത് കുറച്ച് ചേർത്ത് ചില ഇവിടെ ഇങ്ങനെ ഈ കുഴിയെല്ലാം അല്ലേ ഇവിടെ നമുക്ക് കാറ്റും കിട്ടും. കാറ്റല്ല ചൂട്. ഇപ്പൊ വേണമെങ്കിൽ പോരെ, അവിടെ കുറച്ച് വിറക് എന്തായാലും വേണം. എന്തായാലും ഒറ്റക്ക് വീടെടുക്കാൻ പോയിട്ട് ആരും ചോദിച്ചൊന്നുമില്ലേ? ആരെ? നിന്നെ? ആരും ചോദിക്കാനല്ലേ? നിന്നെ ചോദിക്കാനേ ഉള്ള ആള്. എവിടെ നീ വിളിച്ചില്ലല്ലോ. ആശാന എവിടെ, ആശാന എവിടെ? ഒറ്റക്കേ ഇവിടെ വിറകിനിപ്പോ എന്ത് ചെയ്യണം? കിളികള് കിടന്നിട്ട് വരണ്ടല്ലോ. ഞാൻ വേറെ എവിടെ നോക്കിട്ടെ. ഇത് പിടിച്ചേ, ഇതൊന്നും പോരാ. അത് ഒപ്പിക്കാ. ഞാൻ നോക്കട്ടെ, നീ ഇവിടെ വന്നോ. വിറകൊന്നുമില്ലടാ. ഇത് മതിയോ? ഇതെന്തോ മരം കഷ്ണം, ഇത് കഷ്ണൊക്കെ മതിയോ? അതുകൊണ്ട് തൽക്കാലം കത്തിക്കാം. തൽക്കാലം കത്തിച്ചിട്ട് ബാക്കി പിന്നെ എങ്ങനെ കത്തിക്കും? നോക്കുക. ഇരുട്ടായി പോലടാ, വിറക് കിട്ടിയില്ല. ആകെ പണി കൂട്ടോ. ആ കത്തിക്കണ സാധനം എടുത്തു തരുമോ? സെറ്റാവില്ലടാ. ഈ നൂല് കത്തി. ഇത് തീരാറായടാ. ഇതിന് എത്ര രൂപ പാക്കറ്റ്? അതിന് 20 രൂപയുള്ളൂ. 2 പാക്കറ്റ് മേടിക്കണം. നീ മറക്കല്ല എല്ലാ സാധനവും. നമ്മളെ കൂട്ടാണ്ടല്ലോ ഒറ്റക്കല്ല വീട് എടുക്കാൻ പോക്ക്. പിന്നെ എന്ത് ചെയ്യാനാ? എടാ നിന്നെ കൂട്ടാണ്ട് എന്താ ചെയ്യാൻ? കേൾക്കണവരെന്താ വിചാരിക്കുക? നിന്നെ കൂട്ടാതെ എവിടെ വിളിക്കുമ്പോ പറയും ഞാൻ വീട്ടില്. ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി അപ്പൊ അതല്ല, കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തപ്പോ എന്താ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോക്കോ ഇല്ല നീ? കഴിഞ്ഞിട്ടേ വീഡിയോ എടുത്ത് ഗുളിക കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പോയ പോക്കാണേ. പിന്നെ ഫോൺ വിളിച്ചപ്പോ കേട്ടില്ല, എല്ലാരും കേട്ടതല്ലേ. തീരെ വയ്യ, ഗുളിക പിടിച്ചപ്പോ ക്ഷീണം. എന്നിട്ട് ഇപ്പൊ പറയണ നോക്ക്. ആ നമ്മുടെ ലൈറ്റ് ഞാനും വീഡിയോ എടുക്കാൻ പോകുമ്പോ പറയാ ഞാൻ വീഡിയോ എടുക്കാൻ പോവാണേ പറയണ്ടേ. ഇതാ നമ്മുടെ ലൈറ്റ് കേട്ടോ, പുതിയ ലൈറ്റ്. ഇത് ഓൺലൈനിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. ചാർജ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. 2 കട്ട ചാർജ് ചെയ്യുള്ളൂ. ഒന്ന് തിരിച്ചുകൂടി. ഈ കല്യാണ പന്തലിടുമ്പോ ഒക്കെ ഉണ്ടാവുമല്ലോ. കല്യാണ വീട്ടിൽ പന്തലിടുമ്പോ വെക്കുന്ന ലൈറ്റ് കേട്ടോ. അടിപൊളി സാധനമാണ്. 1000 എത്ര mAh ആണല്ലോ. നമ്മളെ ഗൾഫത്തെ ആള് സ്പോൺസർ ചെയ്ത് 15000 mAh ബാറ്ററി. നമ്മളെ ഗൾഫത്തെ ആള് സ്പോൺസർ ചെയ്ത്. അതെ, അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. ലോങ് ചാർജ് ഒരുപാട് മോഡ് ഉണ്ട് ഇതിന്. ഇത് കണ്ട ലോങ്ങും കിട്ടൂല. വേറൊരു കളറ്, പിന്നെ വേറൊരു കളറ്. അടിപൊളി ഇൻഡിക്കേറ്ററും ഉണ്ടോ? സംഭവം തെറ്റാ. ഇത് വണ്ടിന്റെ ഫ്രണ്ടിലേക്ക് വെക്കുക രാത്രി പോകുമ്പോ. ആരും അറിയില്ല എന്താ സംഭവം. അപ്പൊ എന്തായാലും ഇത് ചാർജ് ഇല്ല. അപ്പൊ നമുക്കിത് ചാർജ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഞാൻ തൽക്കാലം ഇത് കിട്ടിയപ്പോ നേരെ കൊണ്ടുവന്ന കേട്ടോ. പിന്നെ ഉള്ള വർഗ് കത്തിട്ട് മുമ്പേ സെറ്റാക്കിയല്ലേ? സെറ്റാക്ക. ഞാൻ ഉള്ളിന്നൊക്കെ കൊണ്ട വേഗം സെറ്റാക്കട്ടെ. ഇല്ലെങ്കിൽ കത്തി വർഗ് ഇരുന്ന പിന്നെ വേറെ ഇല്ല. രാത്രി ആയും ചെയ്തു. ഒരു ഉഷാറില്ലല്ലോ. എന്ത് പറ്റി? എനിക്കോ? കേട്ടില്ലേ? ഇപ്പൊ ആർക്കാ ഉഷാറില്ലാത്ത? എനിക്കാ. അത് നല്ലൊരു ഇതാണല്ലോ നീ പറഞ്ഞേ. ഇതൊന്ന് കഴുകണ്ടേ? നന്നാക്കിട്ട് അടിയാ പോരെ. ഇതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് കഴുകണ്ടേ? വെള്ളം വെച്ചിട്ടാ അത് ഉള്ളി നന്നാക്കിട്ട് കഴിക്കുക. തക്കാളിയുടെ വെള്ളമൊക്കെ അതിനകത്തായിട്ടുണ്ട്. അത് കത്തിയോ ലൈറ്റ് ഫിറ്റ് ആക്കണ്ടേ? കത്തി സ്പൂണൊക്കെ കൊണ്ടുവന്നിക്കണോ? എല്ലാവട്ടും എന്തെങ്കിലുമൊക്കെ മറക്കലുണ്ട്. ഇല്ലല്ല, എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോ വിറക് ഉണ്ടാവുമോ എന്നുള്ളതാ. കുഴപ്പമില്ലല്ലേ, ഉള്ളത് വെച്ച് എത്തിക്കാം അല്ലേ? ഞാൻ ഈ ലൈറ്റും സെറ്റ് ആക്കട്ടെ. നമ്മുടെ ഒരു ലൈറ്റിനും ചാർജ് ഇല്ലല്ലോടാ. അത് ചാർജിൽ വെയിലത്ത് വെച്ചില്ലെന്ന് മറന്നുപോയോ? ആ കട്ടിംഗ് ബോർഡ് വരും. കട്ടിംഗ് ബോർഡ് വാടണ്ടെല്ലാം കൂടി ഉണ്ടെങ്കിൽ സെറ്റപ്പ് ആയിരുന്നു.
വാഴന്റെ ഇലയും കൂടി ഉണ്ടായിരുന്നെങ്കിലേ സെറ്റപ്പ് ആയിരുന്നു. വാഴയുടെ അല്ലേ? എടാ അത് പിന്നെ അരിഞ്ഞാ പോരെ? ആദ്യം നമുക്ക് ഈ സാധനം അടുപ്പത്ത് വെക്കണം. ചിക്കൻ അത് ഉള്ളി എല്ലാം ഇട്ടിട്ട് ഒരുമിച്ചാണ്ട് വെച്ചാ പോരെ? അങ്ങനെയാണ് അന്ന് വെക്കണത്. ഇന്ന് വേറൊരു വെറൈറ്റി ആയിട്ട് വെക്കാനായിരുന്നു. എങ്ങനെ എങ്ങനെയാ പറ? ഇന്നൊരു വെറൈറ്റി. എന്നിപ്പോ കറിയല്ലേ വെക്കല്, ഇന്ന് വേറൊരു എന്തെങ്കിലും കാണാണ്. കറിയല്ലാണ്ട് പൊരിക്കാന് വേറൊരു പരിപാടി ഉണ്ട്. നീ ആ സാധനം വാങ്ങിച്ച് ഈ ചിക്കനൊക്കെ കഴുകി കത്ത് അടിപൊളിയായിട്ട് കഴുകിയെടുത്തോട്ടാ. ആ ലൈറ്റ് വെയിലത്തൊക്കെ മറന്നു പോയടാ. വെളിച്ചം തീരെ കുറവാണല്ലോ. എങ്ങനെ അതിലുണ്ടാക്കാനാ? ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കട്ടാ. ഞാൻ ചിക്കൻ ഇട്ട് എണ്ണ ചൂടായിട്ടിട്ടാ മതിയാ? അല്ലടാ ചിക്കൻ ഇട്ടിട്ടോ? അങ്ങനെയാണോ പരിപാടി? എന്നിട്ടോ ആദ്യം ഉള്ളി ഇടണോ? ആദ്യം ഉള്ളി. എന്താണ് നിന്റെ ഇഷ്ടം? എങ്ങനെ വേണേലും നിന്റെ ഇഷ്ടം. ഒരു കാര്യം ചെയ്യ്, ഉള്ളിയിട്ടിട്ട് അതിന്റെ മേളില് തക്കാളി ഇതൊക്കെ അരിഞ്ഞിട്ട് എന്നിട്ട് അതിന്റെ മേളിൽ ചിക്കൻ കേട്ടോ. അയ്യേ ചൂടാവണ്ട, അക്കിരികിരി എന്നുള്ള സൗണ്ട് കേൾക്കണ്ട. അങ്ങനെ ഉണ്ടോ? നല്ലൊരു രസമുള്ളൂ. എന്തായാലും വേഗമല്ലോ, ഒറ്റട്ടിട്ട് എന്താ കാര്യം? കൈ നോക്കട്ടോ. സ്പൂണൊന്നും എടുക്കുവോ? സ്പൂണ് മറന്നിട്ടൊന്നുമില്ലല്ലേ? ഇന്നെന്ത് പറ്റി? മറക്കാത്തോണ്ടാ? ഇപ്പൊ മറക്കണായിരുന്നു അല്ലേ? ഇന്ന് നീ ഉണ്ടായോണ്ട്, നീ വരുന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റിൽ ഞാൻ ഒന്നും മറന്നില്ല. കഴിഞ്ഞ വീഡിയോസ് എവിടെയായിരുന്നു? കഴിഞ്ഞ വീഡിയോസ് ചീനിക്കമ്മൂല, നമ്മുടെ കാരാപ്പുഴ പോകുന്ന റോഡ്, മീനങ്ങാടിയൊക്കെ പോകില്ലേ ആ റൂട്ടിന്. അത് അപ്ലോഡ് ചെയ്തിട്ടില്ലടാ. ഞാനത് ചെയ്യട്ടെ. ഞാനത് പ്രൈവറ്റ് ആക്കി വെച്ചിക്ക, മറന്നുപോയി. നിങ്ങൾക്ക് കൊടുക്കും. ഇപ്പോഴാണ് ഒന്ന് വറകൊന്ന് കത്തിയത്. ഞാൻ വന്നിരുന്ന കത്താതിരിക്കുവോ? അങ്ങനെ ഉണ്ടോ? തക്കാളി എടുത്തേ? കഴിഞ്ഞ വട്ടം അവിടുന്ന് ചേമ്പ് കിട്ടിയടാ, ആ തോട്ടുന്നേ. അടിപൊളി ചേമ്പ് കിട്ടി. ഞാൻ വിചാരിച്ചു ചൊറിയുന്ന്, പക്ഷെ ചൊറിഞ്ഞില്ല. ചൊറിയൻ ചേമ്പോ? ചൊറിയൻ ചേമ്പല്ല, ചെറു ചേമ്പ് എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒരു ഐറ്റം. ഒരു വെള്ള കളർ ചേമ്പ്, തൊലിയൊക്കെ വെള്ളടാ. ചിക്കൻ ഇട്. ഉള്ളി വേഗം നന്നായിട്ട് കത്തുണ്ട്. ആ ചിക്കനും കൂടി അങ്ങനെ ഉള്ളി എല്ലാം കൂടി ഒരുമിച്ചാണ്ട് വന്നോളും. അല്ലടാ ചിക്കൻ ഒന്ന് വാടാതെ, ഈ ഇത് ഉള്ളി ഒന്ന് വാടാതെ ചിക്കൻ ഇട്ട എന്തായാലും ഉള്ളി വാടുമല്ലോ. അല്ല അതിനകത്ത് കൊള്ളൂന്ന്. ഇതെന്താ കൊറേ ഉണ്ടല്ലോ? കൊറേ ഒന്നുമില്ല, 100 രൂപ അടുത്ത്. ചിക്കന്റെ വേറൊരു വെറൈറ്റി ആയിട്ട് വന്നിട്ട് ഉണ്ടാക്കാൻ പോണ. ചട്ടി വരുത്, പാത്രം ചെറുതായി പോയി. എടാ അതിൽ കൊള്ളൂലേ? അത് കൊള്ളണില്ല ഇതില്. നമുക്ക് അടച്ചു വെച്ചാലോ? അടച്ചു വെക്കല്ലേ?
അടച്ചു വെക്കണ ഇനിയിപ്പോ മറ്റേ പാത്രമുള്ളല്ലോ, അതുകൊണ്ട് അടച്ചു വെച്ചാൽ മതിയോ? ഇത്തിരി വെള്ളം ഒഴിക്കണം കേട്ടാ. ഇതുകൊണ്ട് അടച്ചു വെച്ചാൽ മതി. ഒരു ഇത്തിരി വെള്ളം ഒഴിക്കുവോ? അത് അടച്ചു വെക്കുമ്പോ ഈ ചിക്കനിലെ വെള്ളം അങ്ങോട്ട് ഇറങ്ങൂടാ. അല്ല, അടി പിടിക്കണ്ടല്ലോ. അടി പിടിക്കൂല. പാത്രത്തായി പോലെ. അല്ലാണ്ട് ഇപ്പൊ അടച്ചു വെക്കാൻ വേറെ പാത്രമില്ല. വെക്കട്ടെ? അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? വെക്കട്ടെ? പാത്രം പോവാണ്. പാത്രം പോവില്ല. വെക്കട്ടെ? വെച്ചോക്കി. ആ അടിപൊളി. ഇനി എന്തോടാ? തുള്ളി വെള്ളം ഒഴിച്ചു നോക്കണം. ഒഴിക്കണ ഒഴിക്കുക, അതാ വെള്ളം. എന്നൊരു ഇത്തിരി വെച്ചിട്ട് നോക്കട്ടെ? എന്താ കഷ്ടപ്പെട്ട് കൊടുന്നിട്ടേ. അല്ല, നിന്റെ ഇഷ്ടം. വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. നീ പറഞ്ഞ മാതിരി ചെയ്തു തരും. ഇന്ന് അതിനാ നിന്നെ കൊണ്ടുവന്നിരിക്കണേ. ഇത് പുതിയ പാത്രം കേട്ടോ. അതിൽ പോണ വെള്ളം ഒരു ഇത്തിരി ഒഴിച്ചുള്ളൂ. ആ ഇത്തിരി ഒഴിച്ചുള്ളൂ. ആ ചിക്കനിലെ വെള്ളം അങ്ങോട്ട് ഇറങ്ങി സാറിലല്ലേ? എന്നിട്ട് വേവട്ടെ. ഇതെന്തിനാ കവർ വെച്ച് ഇട്ടിരിക്കണെന്നറിയോ? ഈ എന്തിനാ പറയ്. ഇതൊക്കെ പുതിയ, നമ്മളില്ലാത്തപ്പോ പുതിയ പാത്രം, പുതിയ ലൈറ്റ്. നിങ്ങളില്ലാത്തപ്പോ പുതിയത് മേടിച്ചതല്ല, നമ്മൾ ആദ്യം ഓർഡർ ചെയ്തതാ. നമ്മളെ മറ്റേ പുള്ളി ഓർഡർ ചെയ്ത് തന്നതാ. ഇനിയിപ്പോ വരുമ്പോ ഓരോന്ന് ഇനിയിപ്പോ അടുത്തൊക്കെ പുറത്തിറങ്ങണം. ഏത്? നമ്മളില്ലാത്തപ്പോ വാട്ടർ ക്യാന്, പുതിയ ലൈറ്റുകള്. അങ്ങനെ പറയലടാ. നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുമ്പോ എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നിനക്ക് വയ്യാത്തോണ്ടാ ഞാൻ വിളിക്കാൻ കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ തന്നെ ഇടങ്ങാറാവണേ. ആശുപത്രി കൊണ്ട് കിട്ടില്ലേ? ഇന്ന് പുളി കൊണ്ടതില്ലേ? രാവിലത്തേക്കില്ല. രാവിലത്തേക്ക് വേണ്ട, രാവിലെ പോവാലോ. ഇത് വെള്ളം വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റിച്ചെടുക്കാം. ആ വെള്ളം വറ്റിച്ചെടുക്കാം. ഒരു റോസ്റ്റ് പരുവത്തിനാക്കാം അല്ലേ? എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. കുരുമുളക് പൊടി ഇട്ട്. കുരുമുളക് പൊടി ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലേ? ആശാനെ കുരുമുളക് പൊടി ഇല്ലാത്ത പരിപാടി ഇല്ല കേട്ടോ. നിങ്ങൾ കാപ്പി കുടിക്കില്ലേ? ശരി. നിന്നെ കാപ്പി കുടിക്കാനൊന്ന് പഠിപ്പിക്കണല്ലേ? എനിക്ക് വേണ്ട. ഞാൻ കഴിഞ്ഞ വട്ടം നീ ഇല്ലായിട്ട് വർത്താനം പറയാൻ പറ്റാഞ്ഞിട്ട് ആരോടെങ്കിലും ഒന്ന് വർത്താനം പറയണ്ടേ? ഇവരോട് എത്രയെന്ന് വെച്ചിട്ടാ പറയാ? മൂടി നിർത്ത്. ഒന്നുകൂടി വീശി കൊടുക്കട്ടെ. പിന്നെ വിറകില്ലാണ്ട് കഴിഞ്ഞോട്ട് ആരെ പേടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. ആര് പറഞ്ഞു എന്നോട്? പറഞ്ഞോട്ടെ. ഓരോരുത്തരൊന്നല്ല വീട്ടിൽ വിളിച്ചപ്പോ പറഞ്ഞിട്ടാവല്ലേ. പിന്നെ പേടിപ്പിച്ചല്ലടാ. ഞാനേ കഴിഞ്ഞോട്ടെ ശരിക്കും പേടിച്ചു പോയി. എന്താ വെച്ചാൽ രാത്രി അവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആ താഴ്ഭാഗല്ലേ, ആ പന്നി ഫാമൊക്കെ അല്ലേ, അവരോട് ചോദിച്ചപ്പോൾ അവർ പറയാ രാത്രി എവിടെയാണ് കടന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതേന്ന്. അപ്പൊ സംഭവം എന്താ വെച്ചാലേ അവിടെ ആ എന്താണ് ആ വളവില്ലേ, ചിനിക്കുമ്പോൾ ആ വളവ്, ആ വളവിനെന്താ സുമതി വളവ് എന്നാ പറയാന്ന് പണ്ട്. ഇപ്പഴല്ല, പണ്ട്. അപ്പൊ അവിടെ ഒരു കൊലപാതകമൊക്കെ നടന്ന സ്ഥലമാണ്. ചിലപ്പോ ചുണ്ണാമ്പ് പോയിക്കാമെന്ന്. എനിക്കറിയില്ല. അവിടെ ഒരു കൊലപാതകം നടന്ന സ്ഥലമാണ് പുള്ളി പറയാ. ആദ്യമൊക്കെ ഇവിടെ ഉള്ള ആൾക്കാര് ആ സമയത്ത് അല്ല ഒരു 7 മണി 8 മണി ആയി കഴിഞ്ഞാൽ അതിലൂടെ പോകാൻ വേണ്ടി പേടിയായിരുന്നു. ഞാൻ ടെന്റ് അടിച്ച സ്ഥലല്ലേ? ഇങ്ങനെ വരും രാത്രി. എന്താ ഇവിടെ പരിപാടി? അല്ല ഞാൻ ടെന്റ് അടിച്ച സ്ഥലല്ലേ? എന്താ പരിപാടി? വീഡിയോ എടുക്കാമെന്ന് അറിയും. അവ ചോദിക്കും, ചുണ്ണാമ്പ് ചോദിക്കും. ചുണ്ണാമ്പ് എങ്ങാനും ചോദിച്ചു വന്നാൽ ഞാൻ ഓടിയാൻ തോട്ടിക്ക് പാറക്കെട്ടിനാണ് ആട്ടി. സിനിമയിലൊക്കെ അങ്ങനെയല്ലേ ഇവരൊന്നൊരു ചുണ്ണാമ്പാണ്. സിനിമേനേക്കാളും ഞാൻ ഭയന്നു പോയിന്ന ശരിക്കും. എന്താ വെച്ചാല് അന്ന് ശരിക്കും ഞാൻ പേടിച്ചു പോയി. എന്താ വെച്ചാൽ ഒരുമാതിരി സൗണ്ട്, നമ്മളെ ഒരു ഭയപ്പെടുത്തുന്ന സൗണ്ട് ഇല്ലടാ. ടെന്റിന്റെ അടുത്ത് കൂടി ആൾക്കാർ നടക്കണ പോലെ. അങ്ങനെ എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെ ഫീൽ വരിക. ഞാൻ എന്തെങ്കിലും മുണ്ടോന്ന് ആ മറ്റേ ഷാളില്ലേ അതും തലയിൽ കൂടി ഇട്ടിട്ട് മുണ്ടോന്ന് കിടന്നു. അല്ലാണ്ട് ഇങ്ങനെ വലിക്കുക ഞാന്. പക്ഷെ ഒരു രക്ഷയില്ല. പുറത്തോട്ട് നോക്കാനോ അടിക്കാനോ ഒക്കെ പേടിയാവുക. നല്ലോണം പേടിച്ചു ഞാന്. എന്താണ് സുമതി വളവ്? സുമതി വളവ്. അപ്പൊ ഞാൻ ആ ടെന്റ് അടിച്ച സ്ഥലല്ലേ, ആ ടെന്റ് അടിച്ച സ്ഥലത്തിന്റെ ആ താഴ്ഭാഗത്ത് കൂടി ആ തോടിന്റെ സൈഡിൽ കൂടി ആയിരുന്നു ഇത്ര ആദ്യം വഴി. അവിടെ ആ മേളത്തെ റോഡൊക്കെ ഉണ്ടാവണതിന് മുമ്പേ അതിലൂടെ ഇരുന്നു. ഇപ്പൊ പണ്ടത്തെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോ അവിടെ കൂടെ അവിടെ ഓരോ കൊലപാതകമൊക്കെ നടന്നിട്ട് പിന്നെ അതിൽ ആൾക്കാർ പോകാൻ പേടിയായിരുന്നു, ഭയങ്കര ശല്യങ്ങളായിരുന്നു എന്നൊക്കെ അയാൾ പറയുന്നത്. എന്നിട്ട് അയാൾക്ക് തന്നെ അതിശയം, മോന് ഇവിടെയാണോ കിടന്നത് എന്നോട്. എന്തായാലും നല്ല രസമായി ഒന്ന്. എന്താടാ വല്ലതും നടക്കുവോ? ഒന്നും നടക്കൂല. കാറ്റ് കൂടുതല. ആവൂല. ആവൂലേ? നോക്കിയോ? തുറന്നു നോക്കിയോ?
തുറന്നിട്ടില്ല, ആവട്ടെ. തുറക്കട്ടെ. വെള്ള കൊച്ചിയില്ലേ സംഭവം ആയടാ. എന്താ ഒന്നുകൂടി ആയാൽ മതി. എന്താ നോക്കിയാ? പിന്നെ എന്താക്കിരുന്നു ഇത്രയും ഇവിടെ? ഉള്ളിക്ക് തോല് വിളിക്കുക. എന്താ ഒന്നുകൂടി. ഉപ്പുണ്ടാ? കുറവാ. ഉപ്പിടണോ? ഒരിത്തിരി ഇടണോ? ആവശ്യം വേണോ? നീ ഇടണം എന്ന് പറഞ്ഞാൽ ഇടും. ഇറച്ചിയമ്മ പിടിച്ചിട്ടില്ല. ഇവിടെ കുറച്ചുകൂടി ഇടാം അല്ലേ? ഞാൻ കുരുമുളക് പൊടി ഇട്ടെ. ഇപ്പൊ കുരുമുളക് ഇടണോ? നേരൊന്നും ആരും പോട്ടില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? അതൊക്കെ വർത്താനം കേട്ട്. ഇനി മറ്റേ ഇതാണോ? എന്താണ് ചുണ്ണാമ്പോ? ആ ചുണ്ണാമ്പ് തരുന്ന ചോദിക്കാൻ കുരുമുളക് ഇട്ടേ പോണ്. ശരിക്കും എനിക്ക് ഭയങ്കര പേടിയാ അതൊക്കെ. ഞാൻ അന്ന് അവിടെ കിടന്നുണ്ടല്ലോ. ശരിക്കും ഞാൻ അന്ന് കിടന്നുണ്ടല്ലോ. അന്ന് ഞാന് ഉള്ള പടച്ചോനെ ഒക്കെ വിളിച്ചിട്ടാ ഞാൻ അവിടെ കിടന്നത്. പ്രേതൊക്കെ സിനിമാക്കാരുണ്ടാക്കണല്ലേ? പ്രേതം സിനിമക്കാരുണ്ടാക്കണം. എന്നാലും ഈ സിനിമ കണ്ടിട്ട് നമ്മുടെ മനസ്സിലാ തോന്നല് വരികടാ. അതൊരു സിനിമക്ക് വേണ്ടിട്ട് ഉണ്ടാവണം. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം എന്താ അറിയോ? പ്രേതം. ആള് കാണുന്നവര് കളിയാക്കും. ശരിക്കും എനിക്ക് ഭയങ്കര പേടി പ്രേതത്തിനാട്ടോ. അല്ല ഇനിയിപ്പോ വേറൊരു കാര്യമുണ്ട്. ഇവനെ പണിക്ക് വിട്ടിട്ട് വേണം എന്റെ കാര്യങ്ങൾ നടത്താനെന്ന് വിചാരിച്ച. പക്ഷെ നോക്കുമ്പോ ഇവനാണെങ്കിൽ പനിയാ സുഖമില്ല. അതുകൊണ്ട് ഇപ്പൊ ഒരു 1-2 ആഴ്ച കൊണ്ട് പഠിക്കാൻ പോകില്ലല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും പണിക്ക് പോയി തുടങ്ങിട്ടോ, എന്നാലും ഇപ്പൊ എന്റെ കാര്യങ്ങൾ നടക്കുള്ളേ. കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ തന്നെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അല്ല ഇനിയിപ്പോ എന്തെങ്കിലും പണിക്ക് പോയി തുടങ്ങണേ, എന്നാലും ഇപ്പൊ എന്റെ കാര്യം നടക്കുള്ളൂ. ഇന്ന് വിറക് കൊണ്ടുവരാൻ നിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാ. നമ്മള് എവിടെ ഇപ്പൊ കൊണ്ടുപോയി വിറക് കൊണ്ടുപോലില്ല? ഇടക്കൊക്കെ അല്ല കൊണ്ടുവരുള്ളൂ. ആ എന്താ വെച്ചാ ഇങ്ങനെയുള്ള കുഴിയിലേക്കൊക്കെ വരുമ്പോ വിറക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പൊ നീ പറഞ്ഞു ഇല്ലല്ല ഞാൻ അവിടുന്ന് വിറക് എടുത്ത് തരാം. ആനയാണ് ഇങ്ങനെ വരുമ്പോ വലിയൊരു ഗ്യാസ് കുറ്റി, വലിയൊരു അടുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്യാസിൽ ചെയ്ത ആ ഒരു ലുക്ക് കിട്ടൂലടാ. ഗ്യാസിനേക്കാളും നല്ല അടുപ്പ് തന്നെയാ. അതാകുമ്പോ വേറൊരു വൈബും ആവും. പിന്നെ നമുക്ക് ആ പൈസ ലാഭല്ലേ. ഞാൻ കൊറേ ലാഭിക്കുന്നില്ലേ? കയ്യിലാണ് ഒരു കൂറല്ലേ, കൊറേ ലാഭിക്കുന്നുണ്ട് അല്ലേ? എന്താ നീ വെന്തോ നോക്കിട്ട് വെന്തോ ശരിക്കും? ഒന്നുകൂടി ആയാ മതി. ഇന്നിപ്പോ വേവാത്ത ചിക്കനും കുബൂസും തിന്നേണ്ടി വരും. കുബൂസോ? കുബൂസൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെന്താ പഠിച്ചേ? കുബൂസ് പഠിച്ചില്ലേ? പിന്നെന്താ പഠിച്ചേ? മൈദ കൊണ്ട് ഉണ്ടാക്കിയ സാധനം പഠിച്ചു. അതന്നെ കുബൂസ്. പൊറോട്ട പഠിച്ചേ? കുബൂസ് കിട്ടിയില്ല? ഒരു കടയിലില്ല. അതെ ശരി. ഞാൻ കുബൂസും ചിക്കനും ഒന്ന് അരിച്ചേ. കുബൂസ് 5-8 കടയിൽ കയറി കിട്ടിയില്ല. എത്ര പൊറോട്ട എത്ര മേടിച്ചേ? 4. അപ്പൊ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. നിനക്കൊന്ത് ചെയ്യും? പൊറോട്ട മാത്രം നിന്നോ? നീ ചിക്കൻ തിന്നാനാ? അത് കൊള്ളാലോ. 4 മേടിച്ചുള്ളൂ. പക്ഷെ എനിക്കാണെങ്കിൽ 2 കൊണ്ട് ഒന്നും ആവൂലടാ. പൊറോട്ട ഒക്കെ മേടിക്കുമ്പോ 3 മേടിക്കണായിരുന്നു. കുഴപ്പമില്ല, ഞാൻ 3 തിന്നെ. നീ എന്താ 3 അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ. അതെ, ഏതാ സിനിമയിൽ എന്തോ കോമഡി ഒന്നും പറയില്ലേ? ഇന്നോ അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ. അതേപോലെ എന്തേ? ഒന്നുമില്ല. തവള തവളനാണോ? മേളിലാണോ തവള? വെള്ളത്തിൽ. പക്ഷെ ഇവിടെ എത്തിയപ്പോ നേരം വൈകിപ്പോയി. ഇട്ടപ്പോ കൊറേ ഉണ്ടോ ഇന്നല്ലോ. വെക്കാൻ സ്ഥലല്ലേ? ഇപ്പൊ കുറഞ്ഞോ? ഞാൻ അങ്ങോട്ടും അപ്പുറത്തേക്ക് മാറിയപ്പോ നിന്നോ? ഞാൻ മാറിയപ്പോ നീ എടുത്ത് തിന്നോന്നെ. അതെ, ഞാൻ മാറിയപ്പോ നീ എങ്ങനെ എടുത്ത് തിന്നു? നമ്മളെ ചുണ്ണാമ്പിന്റെ ആള് വന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങൾ 2 വർഷം തിന്നിട്ട് പോയിക്കോളി. വെന്തറ അടിപൊളി മതിയില്ലേ? ഒരു വർഷം കൂടി കൊണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കാറ്റടിക്കണ്ടല്ലോ. ഇറക്കി വെക്ക. ഇറക്കി വെക്കണ? പിന്നെ ഇറക്കി വെക്കാം. ഇനി വറക് മാറ്റണം. എന്താ അറിയോ? ഒട്ടുക്കാത്ത പോകെ
കാറ്റടിച്ചിട്ട് രാത്രി ഇപ്പൊ വിറകൊന്നും ഇല്ലല്ലോ കത്തിക്കാൻ. അങ്ങനെ കിടക്കാം. എന്നാ അത് കഴിക്കാം നമുക്ക്. അതില്ലേ മതി. അപ്പൊ എന്നാ പറഞ്ഞുതരാം നമ്മുടെ ചിക്കൻ റെഡി ആയി. അപ്പൊ നമ്മള് ചിക്കൻ കറിയൊക്കെ റെഡിയായി. പൊറോട്ടയും ചിക്കൻ നമ്മൾ കൊറേ ഇതുവരെ പൊറോട്ട കഴിച്ചില്ലല്ലോ. ആ ശരിയാ, ഞങ്ങള് ക്യാമ്പിങ്ങിൽ ഇതുവരെ പൊറോട്ട കഴിച്ചില്ല. പൊറോട്ടയും ചിക്കനും പൊറോട്ടയും ചിക്കനും. ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യല് പൊറോട്ട റോസ്റ്റ് അല്ല ചിക്കൻ റോസ്റ്റും പൊറോട്ടയും. ചിക്കൻ റോസ്റ്റും പൊറോട്ടയും. എന്തായാലും സമയം കുറച്ച് പോയി, എന്നാലും വേണ്ടില്ല, സെറ്റായില്ലേ. ഇത് ഈ പാത്രത്തിൽ ഇട്ടപ്പോ ചിക്കൻ നിറച്ചിണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കുറഞ്ഞു. അതപ്പോ എനിക്കൊരു സംശയം. ഞാൻ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ നീ എങ്ങാനും എടുത്ത് തിന്നോടെ. എന്നാ കഴിക്കാം. കട്ടൻ കാപ്പി ഒക്കെ ഉണ്ടേ? വേണ്ട, വേണി 2 അരി കുരുമുളക് പൊടിയും ഇട്ടോ. അത് മതിയടാ, എരിവുണ്ട്. ഇനി കുരുമുളക് പൊടി വേണ്ട. കഴിക്കാന്നാ കഴിക്കാം. ഞാൻ വിചാരിച്ചു കുബൂസാന്ന്. കിട്ടിയില്ല, കടയിലില്ല. കിട്ടാണ്ട് എന്ത് ചെയ്യും? ഇല്ല സാറിന് കുഴപ്പമില്ല, ഇത് മതി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കുബൂസ് റെഡി. അല്ല അയ്യോ, പൊറോട്ട റെഡി. പിന്നെയും പേര് മാറ്റിയോ? അല്ല, മാറിപ്പോന്നടാ. അല്ലത് അടിപൊളി പൊറോട്ട. അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് തണുപ്പ്. പൊറോട്ട റെഡിയായി. നമ്മുടെ നല്ല ചിക്കൻ റോസ്റ്റ് റെഡിയായി. ഇതേ ചിക്കൻ റോസ്റ്റും പൊറോട്ടയും ഒരു പുലി പിടിച്ചോട്ടെ. സെറ്റല്ലേ? ഉണ്ട് അടിപൊളിയാ. അതിന് തിന്നിട്ടില്ലല്ലോ, വായിലിരിക്കണല്ലേ ഉള്ളൂ. ഭയങ്കര പുകയായി പോയില്ലേ? അല്ല വേണ്ട പൊടി. ഒരു സൈഡിൽ നിന്ന് അങ്ങനെ എടുത്ത് തിന്നോ. ഇനി കുറച്ച് കഴിയുമ്പോൾ 2 കഷ്ണം എടുത്തിട്ട് മതി എന്ന് പറയരുതിട്ടാ. നല്ല വെന്തൂല്ലേ? ഒരു ദിവസം പകല് വരണം കേട്ടോ അവിടെ. എന്നിട്ടോ ഈ വെള്ളത്തിൽ നല്ല മീനുണ്ട്. മീനുണ്ടല്ലേ? എങ്ങനെ പിടിക്കൂടാ അത്? എങ്ങനെ പിടിക്കും? ചൂണ്ടണ്ടേ? ചൂണ്ടട്ടാ കിട്ടുമോ? പിന്നെ അങ്ങനെ പിടിക്കാനോ? വല ഇട്ടാ പറ്റുമോ? നോക്കി നോക്കാം. ചിക്കന് വില കുറഞ്ഞപ്പോ ഇത് എന്നും മേടിക്കുന്നേക്കാൾ കൂടുതലുണ്ടല്ലോ. 100 രൂപ മേടിച്ചപ്പോ. ചിക്കൻ നിന്നിട്ട് വെള്ളം നിറഞ്ഞ മതി. തിന്ന് ഇത് കൂടി തിന്ന് കളയാൻ പാടില്ല. ഇത് എങ്ങനെ ഒപ്പിച്ച് മേടിച്ചോണ്ടെന്ന് അറിയാലോ. ആശുപത്രി കൊണ്ടുപോകും. വെള്ളം കുട്ടിയാ ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ ആദ്യം ചിക്കൻ ഇത് തിന്ന്. ഇത് കളഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. എന്താ വെച്ചാല് ഇത് അങ്ങനെ നമ്മൾ റിസ്ക് എടുത്ത് മേടിച്ചറിയാലോ. തക്കാളിയുടെ പുളി കുറച്ച് കൂടിയാ. അതിനൊരു തക്കാളിന്റെ ഒരു തക്കാളി ഇട്ടുള്ളൂ. അതിലോട്ട് 2 തക്കാളി 3 സവാള എന്നൊക്കെ ചോദിക്കുമ്പോ അയാൾക്ക് തരാൻ ഒരു മടിയില്ലേ. എന്തിനു മനുഷ്യനയാള്? ആരും അങ്ങനെ മേടിക്കില്ലാത്തോണ്ട്. ആവശ്യമുള്ളല്ലടാ മേടിക്കുക. 3 സവാള ആയാലും 2 തക്കാളി ആയാലും നമ്മളതിന്റെ പൈസ കൊടുക്കുന്നില്ല. പൈസ കൊടുത്തിട്ടല്ലേ മേടിക്കണം. പിന്നെ അതൊക്കെ തന്നാലെന്താ? അത് ചോദിച്ചപ്പോ പുള്ളിയുടെ മുഖം അങ്ങ് കറുത്തു, മുഖം അങ്ങ് വാടി. എന്റെ നിപ്പും ഭാവമൊക്കെ കണ്ടപ്പോ വിചാരിച്ചാലും ഭയങ്കര പച്ചക്കറി മേടിക്കാൻ വന്ന. അത് ചീന തക്കാളി. അതല്ലേ, എന്റെ നിപ്പും ഭാവം കണ്ടപ്പോ പുള്ളി വിചാരിച്ചേ ലോഡ് കണക്കിന് പച്ചക്കറി മേടിക്കാൻ വന്ന പോലെ ഞാൻ പോയി തിന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഞാൻ എന്നിട്ട് പറഞ്ഞ 3 സവാളയും 2 തക്കാളിയും 2 പച്ചമുളകും. കഴിക്കടാ. ഞാൻ നിർത്തി. കഴിക്കേ. നീ ഒരു കഷ്ണം കഴിക്കേ. ഇത് മതി. ഇത് കഴിക്കടാ, കളയണ്ടോ? നോക്ക്, എനിക്ക് 3-4 ഉണ്ട് ഇവിടെ. ഇത് കഴിക്കേ. ചെറിയ കഷ്ണം എടുത്ത് മതി. അത് പൊട്ടി. പൊട്ടിപ്പോയി. പൊട്ടണ്ട, ഉഷാറായില്ലേ? സംഭവം സെറ്റായില്ലേ? ഫുഡ് നമ്മളെ ഫുഡ് എന്തായാലും സെറ്റാട്ടോ. എനിക്ക് സെറ്റാ, നിനക്കോ? എന്റെ വയറ് പൊട്ടി അറിയുമ്പോ എനിക്ക് കുറച്ച് കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. കട്ടൻ ചായ ഇല്ല, വിറകില്ല. അടുപ്പിൽ ഞാൻ വെള്ളം ഒഴിച്ചു.
ഇന്നലെ കട്ടൻ ചായ കുടിച്ചാൽ ഞാൻ ഓക്കെയാ. ഒന്ന് കൈ കഴിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് എന്തായാലും നല്ല സെറ്റായിട്ടോ. വിറക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും സംഭവം റെഡി. ഇതൊക്കെ എടുത്ത് നോക്കാം അല്ലേ? ആ പേപ്പർ ഉണ്ട്, ഇതൊന്ന് തുറക്കട്ടെ. ഇത് പുറത്ത് വെക്കാൻ പറ്റില്ല. പുറത്ത് വെച്ചാലേ അത് ഉള്ളിൽ തന്നെ വെച്ചേ, പുറത്തൊരു സാധനം വെക്കണ്ട. പറമടയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാറമടയാണ് ചുണ്ണാമ്പിന്റെ ആൾക്കാർ കൂടുതലവിടെ. ചുണ്ണാമ്പിന്റെ ആൾക്കാരുണ്ടാവില്ല, നീ പറഞ്ഞു വരുത്താതെ ഇരുന്നാ മതി. കുറച്ച് വെള്ളം എനിക്ക് വേണം. ഇനി 2 ദിവസത്തിനൊന്നും വേണ്ട. 2 ദിവസത്തിനൊന്നും വേണ്ട. ഈ വാട്ടർ ബാഗ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടാ. നടന്നു പോകുമ്പോ നീ പിടിച്ചോണ്ട് വരുമ്പോ ആ മുള്ളിൽ കൂടി ഒക്കെ വരുതി. എനിക്കൊരു പേടിയുണ്ടായിരുന്നു പൊട്ടുവന്ന്. ആ ഇനി ആരും മേടിച്ചു തരാനില്ലേ, ഇനി നമ്മളെന്നെ മേടിക്കേണ്ടി വരും. അങ്ങനെ പൊട്ടിക്കുവോ? അല്ല, സൂക്ഷിച്ച് മാക്സിമം എല്ലാ സാധനവും കെയർ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ടെന്റ് തന്നെ ഉണ്ടല്ലേ, നമ്മളൊരു പരുവത്തിന് കൊണ്ടെടുക്കുക. പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയില്ലടാ. പിന്നെ എന്ത് വെച്ച് ക്യാമ്പ് ചെയ്യും? എന്നാ പിന്നെ കയറി കിടക്കാം. ഇപ്പൊ തന്നെ ഇറക്കണോ? കിടക്കണ്ടേ? തണുക്കണ്ട? തീ എത്തിക്കാൻ വിറകില്ലടാ. എന്നാ കിടന്നേക്കാം. തണുക്കണ്ടേ? പിന്നെ പുറത്തിരിക്കണതിന് അതിനകത്ത് നമുക്ക് തണുക്കൂല. ലൈറ്റുകൾ ഉള്ളിപ്പൊക്കണ്ടേ? ഓക്കെ, തണുക്കണ്ടല്ലേ? വിറകുണ്ടായിരുന്നെങ്കിൽ തീ കായായിരുന്നടാ. എന്ത് ചെയ്യാ? വീട് പഴയ വീട്, അതിൻ്റെ ഉള്ളിൽ പണ്ട് മഴ ഇല്ല. അത് നിന്റെ തുപ്പലം തിരിച്ചാണോ? ഇനിയിപ്പോ പറഞ്ഞു ഇല്ലാത്ത കാര്യം. ഇതാണോ വെള്ളം? മഴ ഉള്ളിലുണ്ട്. പഴയ വീട്, അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ലേ? പഴയ ബംഗ്ലാവിന്റെ ഉള്ളില് തീ, ഡൈനിങ് ഹാളില് വലിയൊരു അടുപ്പ്. അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് ക്യാമ്പ് ചെയ്യാം. പോവാ, കണ്ടുപിടിക്കുക, സ്ഥലം കണ്ടുപിടിക്കുക. എനിക്ക് വയനാട്ടിൽ അവിടെ ഇല്ല അങ്ങനത്തെ ഒരു വീട്. ഉണ്ടാവും, ഏതെങ്കിലും എസ്റ്റേറ്റ് ബംഗ്ലാവൊക്കെ ഉണ്ടാവും. വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ കിട്ടിയാൽ തരുന്നു. പോവാ, നമുക്ക് കിടന്നാലോ? എന്നാ ലൈറ്റ് ഉള്ളിൽ എടുത്ത് വെച്ചേ. അപ്പോ നമ്മളെ ഫുഡ് അടി ഒക്കെ സെറ്റായി. പിന്നെ വലിയ ലൈറ്റിന്റെ ലൈറ്റ് കുറഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചെറിയ ലൈറ്റ് അടിപൊളിയാണ്, നല്ല സെറ്റാണ് കേട്ടാ. അതിനിപ്പോ ലൈറ്റേ ഉള്ളൂ, അതിനേ ഉള്ളൂ ഇപ്പൊ ലൈറ്റ്. എന്തായാലും അത് കിട്ടിയത് എന്തായാലും ഭാഗ്യമായി. പിന്നെ അത് ഇനി കൊണ്ടുപോയി ചാർജിൽ ഇട്ടിട്ട് മൊത്തം സെറ്റാക്കി എടുക്കണം. എന്താ വെച്ചാൽ ചാർജ് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വെട്ടത്തിന് ഒരു കുറവുണ്ടാവില്ല അല്ലെ? അടുത്ത വീഡിയോ എവിടുന്നാ? വെറൈറ്റി എവിടുന്നെങ്കിലും നോക്കാം നമുക്ക്. വിറകട്ട് വെറൈറ്റി ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് അടുത്ത സ്ഥലം ഞങ്ങള് കണ്ടുപിടിക്കും അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ കിടന്നോ, കയറിയല്ലേ? അപ്പൊ ഞങ്ങൾ കയറി കിടക്കാൻ നോക്കട്ടെ അല്ലേ? നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റുണ്ട്. അത് കയറി സിബൂട്ടാൻ കിടന്നാലും ഓക്കെ അല്ലേ? എന്നാ കിടന്നോ. നല്ല തണുത്ത കാറ്റടിക്കണ്ടോ. ഇതിനുള്ളിൽ കുഴപ്പമില്ല അല്ലേ? കല്ല് ചെറുതായിട്ട് കുത്തുണ്ടല്ലോ. പ്രശ്നമാവോ? ഇല്ല, അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാൽ മതി അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. പിന്നെ ഫുഡ് സെറ്റായി. എന്താ പിന്നെ സെറ്റാവാത്തെ? വയറുള്ളായിട്ട് കിടക്കാൻ വയ്യ. വയറുള്ളായിട്ട് പിന്നെ കിടക്കാൻ വയ്യ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ആ സ്റ്റൂള് അവിടെ നോട്ടല്ലേ? വേറൊന്നുമില്ലല്ലോ? വേറൊന്നുമില്ല. അപ്പൊ ഇനി രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോകും. രാവിലെ എണീച്ച് വിടാം. കട്ടൻ കാപ്പി കുടിച്ചിട്ട്. കട്ടൻ കാപ്പി കുടിക്കണം. കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഞാൻ വിറകൊന്നുമില്ല. വിറകുണ്ട്, ഗ്യാസ് ഉണ്ടല്ലോ. ഗ്യാസ് മറന്നുപോയി. ഇല്ലല്ല, പഞ്ചസാരയും ചായപ്പൊടിയും ഇല്ല. ഇനി കട്ടൻ കാപ്പി ഭയങ്കര അലർജി ആയിട്ട് വരുന്നുണ്ട്. അത് ഇപ്പൊ ഞാൻ കുടിക്കണോണ്ടാണോ എന്നൊരു സംശയമുണ്ട്. നിനക്ക് നാളെ തൊട്ട് ബൂസ്റ്റ് കൊണ്ടുവരണം. ബൂസ്റ്റോ ഹോർലിക്സോ? അപ്പൊ 5 രൂപ പാക്കറ്റ്? എനിക്ക് വേണ്ട. പിന്നെ എന്താ വേണ്ടത് നിനക്ക്? ഒന്നും വേണ്ട, സമാധാനം തന്നാ മതില്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഥകള്. പിന്നെ ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അല്ലേ? ഇനിയിപ്പോ കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പറഞ്ഞു നീ പറയും. ഞാൻ പറയണില്ല, ഞാൻ പറയുള്ളൂ പറഞ്ഞു. അപ്പൊ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഇനി അടുത്തൊരു വീഡിയോ, നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലേ? അടുത്തത് എവിടെയാ? അടുത്ത് നല്ലൊരു മല പറഞ്ഞു. അടുത്തത് നല്ലൊരു മലയൊക്കെ കയറി നല്ല സെറ്റായി ഞങ്ങൾ വരും അല്ലേ? അപ്പൊ എന്നാ കിടക്കാം. അപ്പൊ എന്നാ കിടക്കട്ടെ. വേറെ ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച് പറയണ്ട. ഇല്ലേ, എന്തെങ്കിലും പറയാണ്ട് പറഞ്ഞു. കുറച്ച് ദിവസമായാലും നീ പറഞ്ഞിട്ട്. ഇനിയിപ്പോ പറയാനുള്ളൂ. എന്നാ നീ ആ സൈഡിൽ കിടന്നു, ആ സൈഡിൽ കിടന്നു. ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കിടക്കാനോ? എങ്ങനെ സാധാരണ കിടക്കല്? തല ഇവിടെ അല്ലേ വെക്കണേ? അല്ല, അങ്ങോട്ട് ഇരുന്നോണ്ട് ഞാനിത് അടയ്ക്കാൻ വേണ്ടിട്ടാ. നീ കിടന്നോ, ഞാൻ അതൊക്കെ അടച്ച് സെറ്റാക്കട്ടെ. അടയ്ക്കട്ടെ. ഓ, കല്ല് കുത്തുണ്ടല്ലോ. ലൈറ്റ് മേളത്ത് ഇത് ഓഫാക്കണോ? അത് ഓഫാക്കി. കുഴപ്പമില്ലല്ലേ? നല്ല സുഖം. എന്റെ പൊന്നെ, ലൈറ്റ് ഓഫാക്കട്ടെ. ഇത്ര വിചാരിച്ചിട്ടാ പാറ എങ്ങനെയാണ്? സാറില്ല, അഡ്ജസ്റ്റ് ചെയ്താൽ കിടന്നു. അപ്പൊ കിടക്കല്ലേ? അപ്പൊ ലൈറ്റ് ഓഫാക്കി. എല്ലാവരും ഗുഡ് നൈറ്റും പറഞ്ഞു. എല്ലാവരോടും ഗുഡ് നൈറ്റ് കേട്ടാ. 2-3 വട്ടം പറഞ്ഞു. പറഞ്ഞില്ലേ കുറെ? ഇപ്പൊ ഒരു വട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവരവരെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.